ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതികളില്ല, പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി, രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ് എന്ന് പറഞ്ഞ്. ഇടതുപക്ഷത്തെ വനിതാ പ്രവർത്തകരെ കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഒരുപാട് വിശദീകരിച്ച് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. രണ്ടുപേരും കൂടി വലിയ വഴക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ മറ്റേയാളെ തെറി പറയുന്നത്, എടാ ശവമേ, എടാ പട്ടി, എടാ കാഷ്ടമേ, എടാ മൂത്രമേ എന്നൊക്കെ വിളിച്ചിട്ട് തെറി പറയുന്നു. തിരിച്ച് മറ്റേയാൾ ഇങ്ങോട്ട്, എടാ ക്യാരറ്റെ, എടാ ബീട്രൂട്ടെ, എടാ നീ ബീട്രൂട്ട് അല്ലടാ, നീ കേബേജ് അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് കുറേ പച്ചക്കറിയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചിത്തറി പറയുന്നു. അപ്പോൾ മൂന്നാമതൊരാൾ കേട്ട് നിൽക്കുന്ന ഒരാൾ ഇവരോട് ചോദിക്കുകയാണ്, ഒരാൾ നിങ്ങളെ വളരെ മോശമായ രീതിയിൽ ഒരാൾ നിങ്ങളെ തെറി പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് ഇങ്ങനെയുള്ള പച്ചക്കറികളുടെ പേര് പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, അയാൾ കഴിക്കുന്നത് എന്തോ അത് അയാൾ പറയുന്നു, ഞാൻ കഴിക്കുന്നത് എന്തോ അത് ഞാൻ പറയുന്നു, അല്ലാതെ വഴക്കൊന്നുമല്ല ഇവിടെ നടന്നതെന്ന്.